ഗുഡ് മോർണിംഗ് ഗായ്സ്. കഴിഞ്ഞ വീഡിയോയിൽ കുറച്ചധികം പേര് ഇട്ടൊരു കമൻ്റാണ്, ഏതാണ് ഞാൻ ഓടിക്കുന്ന വണ്ടി. ഇപ്പോൾ ഈ വണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ടൊയോട്ട എത്തിയോസ് ആണ്. 2018 മോഡൽ ടൊയോട്ട എത്തിയോസ്. ആക്ച്വലി ഇതൊരു സെക്കൻഡ് ഹാൻഡ് വണ്ടിയാണ്. മലപ്പുറം തിരൂരങ്ങാടി രജിസ്ട്രേഷനാണ്. KL65 ആണിത്. വലിയൊരു അബദ്ധമായിപ്പോയി. കാരണം ഈ വണ്ടി എടുക്കുന്ന സമയത്ത് എല്ലാവരും, അല്ലെങ്കിൽ ഇപ്പോൾ ടൊയോട്ടയുടെ വണ്ടികളെന്ന് പറഞ്ഞു കഴിയുമ്പോൾ കംപ്ലൈൻ്റ് ഇല്ല, മെയിൻ്റനൻസ് കുറവാണ്, ഇങ്ങനെയൊക്കെയാണല്ലോ പൊതുവെ പറയാറ്. പക്ഷേ ഈ വണ്ടി എടുത്തത് വലിയൊരു ട്രാപ്പായിപ്പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ മുന്നത്തെ ഓണർ ചെയ്ത പണിയാണ്. അയാളിത് മൊത്തം ഓടിച്ചുകൊണ്ട് കിടന്നു. ഓയിൽ ചേഞ്ചും ഫിൽറ്ററും മാത്രമേ ചേഞ്ച് ചെയ്യുന്നുണ്ടായുള്ളൂ. ബാക്കിയുള്ള പണികളൊന്നും കൃത്യമായിട്ട് തീർത്തില്ല. ഒരു 50,000 കിലോമീറ്റർ ആയപ്പോഴേക്കും ഇവർ സെയിലാക്കി. അപ്പോഴാണ് ഞാനത് മേടിച്ചത്. ഇപ്പം നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളൊരു റീസെല്ലർ വഴി, അല്ലെങ്കിൽ യൂസ്ഡ് കാർ വിൽക്കുന്ന ഒരാളുടെ കയ്യിൽ നിന്നാണ് മേടിച്ചത്. അപ്പോൾ അന്നേരം നമ്മൾ ഈ പറയുന്ന പോലെ ടൊയോട്ടയിലൊക്കെ വിളിച്ച് ചോദിച്ച് ഹിസ്റ്ററിയൊക്കെ നോക്കിക്കഴിഞ്ഞപ്പോൾ വണ്ടിക്ക് യാതൊരു കുഴപ്പമില്ല. അപ്പോൾ പിന്നെ 50,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ടൊയോട്ടയുടെ എൻജിൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് കിലോമീറ്റർ ഓടിയാലും കുഴപ്പമില്ല എന്നാണല്ലോ പറയാറ്. പക്ഷെ മേടിച്ച് കഴിഞ്ഞ് സർവീസ് സെൻറ്ററിൽ കയറ്റിയപ്പോഴാണ് 50,000 രൂപയുടെ പണി ഉണ്ടായിരുന്നു. പിന്നെ വേറെ ഓരോ സമയത്ത് ഇങ്ങനെ ഓരോരോ പണികൾ, കാരണം ഇതിന് മുന്നത്തെ ടീം ചെയ്യാതിരുന്നത് കൊണ്ട് നമുക്ക് അതിനുള്ള പണി കിട്ടിയെന്നുള്ളതാണ്. ഇപ്പം എന്തായാലും ഈ അടുത്ത കാലത്ത് ഈ വണ്ടി മാറ്റിയാൽ കൊള്ളാം എന്നുള്ളൊരു പ്ലാനിലേക്ക് ഞാൻ എത്തി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ താമസം മാറിയ പിന്നെ ഡെയിലി ഒരു മിനിമം 50 കിലോമീറ്റർ ഓട്ടം ഉണ്ട് ഇപ്പം. അപ്പം വിചാരിച്ചു വണ്ടി മാറ്റാം, ഒരു ഇലക്ട്രിക് വണ്ടി എടുക്കാം. കാരണം എൻ്റെ ചാച്ചൻ്റെ വീട്, അതായത് എൻ്റെ സ്വന്തം വീടിൻ്റെ തൊട്ടപ്പുറത്താണ് ചാച്ചൻ്റെ വീട്. പുള്ളിയുടെ വീട്ടിൽ സോളാറുണ്ട്. അപ്പോൾ പുള്ളി പറഞ്ഞ് ആഴ്ചയിൽ 2 ദിവസമൊക്കെ ചാർജ് ചെയ്താൽ മതിയല്ലോ, അവിടെ കൊണ്ടിട്ട് ചാർജ് ചെയ്തു വെറുതെ സോളാർ ജനറേറ്റ് ചെയ്യാണല്ലോ. അപ്പോൾ നീ ഇലക്ട്രിക് കാർ എടുക്ക്, വേറെ ഫ്യൂവലിൻ്റെ ചിലവില്ലല്ലോ. അപ്പോൾ അങ്ങനെ വിചാരിച്ച് ഞാനൊരു ഇലക്ട്രിക് കാർ മേടിക്കാം എന്നുള്ള പ്ലാനിൽ കഴിഞ്ഞ കുറേ നാളായിട്ട് സെർച്ചിങ് ആണ്. പക്ഷേ ഏത് മേടിക്കണം എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ് ആക്ച്വലി ഇപ്പോൾ എത്തി നിൽക്കുന്നത്. ഇപ്പം മേടിക്കണോ അതോ ഇപ്പോൾ നമ്മളിപ്പോൾ അപ്കമ്മിങ് ഇലക്ട്രിക് കാറുകൾ നോക്കിക്കഴിഞ്ഞാൽ കുറേ വണ്ടികളുടെ ഇതൊക്കെ ഇങ്ങനെ നെറ്റിലൊക്കെ നോക്കിക്കഴിയുമ്പോൾ കാണും അപ്കമ്മിങ് വണ്ടികൾ. ഇപ്പോൾ ഈ താർ എന്നൊക്കെ പറഞ്ഞ് താറിൻ്റെ അടിപൊളി സംഭവങ്ങൾ ഇലക്ട്രിക്കൊക്കെ വരുന്നത് ഭയങ്കര ഡിസൈനൊക്കെ ആട്ടോ. ഇപ്പോൾ മഹീന്ദ്രയുടെ ഡിസൈൻ ചേഞ്ച് ഇപ്പോൾ ഒന്നും പറയാനില്ല. അവരുടെ ആ ഒരു BE മോഡലൊക്കെ ഒരു രക്ഷയില്ലല്ലോ, ഭയങ്കര ഡിസൈനാണ്. ഇൻ്റർനാഷണൽ ലെവലിൽ അവർ ഡിസൈനിൽ മാറ്റം വരുത്തിയപ്പോൾ അങ്ങനെ ഏതെടുക്കണം എന്നുള്ള കാര്യം. പക്ഷേ ഈ ഭാഗത്തേക്കൊക്കെ കൂടുതൽ നമ്മൾ റോഡിലേക്ക് നോക്കിക്കഴിയുമ്പോൾ ഒരുപാട് MGയുടെ വിൻസർ വണ്ടി ഇങ്ങനെ ഇഷ്ടം പോലെ കാണും. അപ്പോൾ ഞാൻ വിൻസർ അന്വേഷിച്ചു, അതുപോലെ സിട്രോവൻ്റെ വണ്ടി അന്വേഷിച്ചു. പിന്നെ ടാറ്റയുടെ വണ്ടിയോട് ഒരു താല്പര്യമില്ല. കാരണം ടാറ്റയ്ക്ക് ഭയങ്കര ബിൽഡ് ഒക്കെ ഉണ്ട്, പക്ഷേ ഓടിച്ചുകൊണ്ട് എടുക്കാൻ ഒരു സുഖമില്ല. ഭയങ്കര പവർ സ്റ്റിയറിംഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പവറാണോ എന്നൊരു സംശയമായിപ്പോവും. പിന്നെ അതിൽ ഈ പറയുന്ന മൈലേജ് ഒന്നും കിട്ടണമെന്നില്ല. ഇപ്പോൾ 500 കിലോമീറ്റർ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, എക്സാമ്പിൾ പറയുകയാണ്, 500 കിലോമീറ്റർ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ചാച്ചനുണ്ട് ഈ വണ്ടി, 500 കിട്ടുമൊന്നുമില്ല. പലപ്പോഴും അതിലൊക്കെ ഒത്തിരി കുറവാണ് കിട്ടാറ്. അപ്പോൾ അതുകൊണ്ട് ടാറ്റയുടെ വണ്ടിയോട് താല്പര്യം ഉണ്ടായില്ല. പിന്നെ നോക്കിക്കഴിഞ്ഞപ്പോൾ MG ആണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ എടുക്കുന്നത്. അപ്പോൾ MG പോയി അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ ഈ ഒരു 15 to 20 ലക്ഷത്തിന് രൂപയുടെ ഇടയ്ക്കൊക്കെ നമുക്കിനി കൊള്ളാവുന്നൊരു വിൻസർ കിട്ടും. 10-15 വർഷം വാറൻറ്റിയൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞൊരു ഫീച്ചർ ലോഡഡ് ആണ്, ഒരുപാട് ഫീച്ചേഴ്സും കാര്യങ്ങളും എല്ലാം ഉണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു കൺസെപ്റ്റായിട്ട് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു മൊബൈൽ യൂസ് ചെയ്യുന്ന പോലെ യൂസ് ആൻഡ് ത്രോ എന്നുള്ള രീതിയിലാണ് ഇലക്ട്രിക് വണ്ടികളെ കാണുന്നത്. മേടിച്ച് കഴിഞ്ഞാൽ മാക്സിമം ഉപയോഗിക്കുക, അതിനുശേഷം പിന്നെ ഡിസ്പോസ് ചെയ്യുക എന്നുള്ളതാണ്. വിറ്റ് കഴിഞ്ഞാലൊന്നും പൈസ കിട്ടുമൊന്നുമില്ല. 4 കൊല്ലം കഴിഞ്ഞ് വിറ്റ് കഴിഞ്ഞാലോ അതൊക്കെ അവർ കൈമലർത്തിയാണ് കാണിക്കുന്നത്. എന്ത് കിട്ടും എത്ര കിട്ടുമെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. പിന്നെ ബാറ്ററിയുടെ കേസ്, ഇതൊക്കെയാണ് വള്ളിയായിട്ട് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഈ സിട്രോവൻ്റെ അവരുടെ ഇലക്ട്രിക് വണ്ടി ഒന്ന് പോയി കണ്ടു നോക്കി. ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ ഭയങ്കര ചീപ്പ് സെറ്റപ്പാണ്. പക്ഷേ വണ്ടി ഓടിച്ച് കഴിഞ്ഞപ്പോഴാണ് മോനെ ഈ സസ്പെൻഷൻ എന്ന് പറയുന്ന സാധനം ഒരു അത്ഭുതമായിട്ട് തോന്നിയത് സിട്രോവൻ വണ്ടി ഓടിച്ചപ്പോഴാണ്. ഓടിക്കാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയി ഓടിച്ച് നോക്കിക്കഴിഞ്ഞാൽ നൈസായിരിക്കും. കാരണം അതൊരു പ്രത്യേക അനുഭവമായിരുന്നു. കാരണം അത്രയും ഒരു സ്മോൾ കാറിൽ നിന്ന് ഇത്രയും കംഫേർട്ട്, ഡ്രൈവിങ് കംഫേർട്ട് മാത്രമല്ല, നമ്മളിപ്പോൾ കുഴിയിലൊക്കെ ചാടിക്കഴിഞ്ഞാൽ അറിയ പോലുമില്ല. അത്യാവശ്യം വൻ കട്ടർ. ഞാനവിടെ വൈറ്റിലയിൽ കുണ്ടന്നൂർ ഭാഗത്തൊക്കെയാണ് ഓടിച്ചത്. അപ്പോൾ അവിടെ സൈഡ് റോഡിലൊക്കെ ഇഷ്ടംപോലെ കട്ടറുണ്ടായി. നോർമലി കാറിൽ പോയി കഴിയുമ്പോൾ അവിടെയൊക്കെ ചവിട്ടി ഇറക്കിയാണ് പോകാറ്. പക്ഷേ
ടെസ്റ്റ് ഡ്രൈവിന് വന്നു കഴിഞ്ഞപ്പോൾ ബ്രേക്കൊന്നും ചവിട്ടിട്ട് എടുത്തു എന്ന് പറഞ്ഞു. പക്ഷെ ഒരു കുലുക്കം ഉണ്ടായില്ല, ഭയങ്കര സ്മൂത്തായിട്ട് സാധനം ഇറങ്ങിപ്പോയി എന്നുള്ളതാണ്. അപ്പോഴാണ് സിട്രോവൻ്റെ പ്രത്യേകത എന്താണെന്നുള്ള കാര്യത്തെക്കുറിച്ച് പറഞ്ഞത്. ഭയങ്കര കംഫർട്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു വണ്ടിയാണ്. ശരിക്കും പറഞ്ഞാൽ നടുവേദനയൊക്കെ ഉള്ളവർക്കൊക്കെ വളരെ നല്ലൊരു വണ്ടിയായിരിക്കും എന്നാണ് കേട്ടോ എനിക്ക് തോന്നിയത്. പക്ഷേ ഫീച്ചേഴ്സും കാര്യങ്ങളിലേക്കൊക്കെ വന്നു കഴിയുമ്പോൾ ഭയങ്കര മോശം. പിന്നെ ഞാൻ ഈ സിട്രോവിനെ കുറിച്ച് കൂടുതൽ എന്താണ് ആ ഒരു കൗതുകം തോന്നിയിട്ട് ഞാൻ എന്താണ് ഇവരുടെ സംഭവം എന്നുള്ള കൂടുതൽ കാര്യങ്ങളൊക്കെ നോക്കിയപ്പോഴാണ് നമ്മുടെ വേൾഡ് ഫേമസ് ഓട്ടോ ജേർണലിസ്റ്റ് ആയിട്ടുള്ള ജെർമി ക്ലാർക്സൺ പറഞ്ഞൊരു സംഭവം കണ്ടത്. പുള്ളി സിട്രോവിൻ്റെ ബെർലിംഗോ എന്ന് പറയുന്ന ഒരു MUV ടൈപ്പ് വെഹിക്കിൾ ഉണ്ട്. പുള്ളി അതിനെ കംഫർട്ടായിട്ട് കമ്പയർ ചെയ്തത് റോൾസ് റോയ്സ് ആയിട്ടാണ്. അപ്പം ശരിക്കും ഒരു അത്ഭുതം പോലെ ഇത്രയും സസ്പെൻഷൻ എന്നൊക്കെ സംഭവം ഇത്രയും ഒരു ഇമ്പാക്റ്റ് ഉണ്ടോ എന്നുള്ള കാര്യം. അതുപോലെ തന്നെ ഇവർ 1954 ഇവരുടെ ആ ഒരു ടെക്നോളജി, ഇവരെന്തോ ഹൈഡ്രോ ന്യൂമാറ്റിക് സസ്പെൻഷൻ എന്ന് പറഞ്ഞ സംഗതിയാണ് ഇവർ ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ ഒരു സംഗതി അല്ലെങ്കിൽ ആ ഒരു ടെക്നോളജി കൊണ്ട് ഒരു വീലില്ലെങ്കിൽ പോലും വണ്ടി ഓടുന്ന വീഡിയോസൊക്കെ 1954 സമയത്തുള്ള വീഡിയോസൊക്കെ ഇഷ്ടംപോലെ യൂട്യൂബിലുണ്ട്. അതുപോലെ ഗട്ടറിൻ്റെ മുകളിലൊക്കെ വണ്ടി ഉണ്ടെന്ന് 3 വീലിൽ നിർത്തിയിട്ട് പാർക്ക് ചെയ്യുന്ന പരിപാടി. അപ്പോൾ അങ്ങനെ കുറേ എന്താ പറയുക ഒരു അത്ഭുതം പോലത്തെ ഒരു സസ്പെൻഷൻ തോന്നിയൊരു സംഗതി സിട്രോവനായിരുന്നു. പക്ഷേ ഈ വണ്ടി മേടിക്കാൻ കൊള്ളാമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ ഡോണ്ട് നോ. അതാണ് ഈ പറയുന്ന പോലെ എപ്പോഴെങ്കിലും മറച്ച് വെക്കണമെന്നുണ്ടെങ്കിൽ ഒന്നും തന്നെ കിട്ടുമെന്ന് തോന്നണില്ല. അതുപോലെ കുറച്ച് പൈസ കൂടി കൂടുതൽ കൊടുക്കുകയാണെങ്കിൽ ഫീച്ചർ ലോഡഡ് ആയിട്ടുള്ള MG കിട്ടുകയും ചെയ്യും. അപ്പോൾ അതാണ് കൺഫ്യൂസിങ് ആയിട്ടുള്ള സിറ്റുവേഷൻ. അതോ കുറേ കൂടി വെയിറ്റ് ചെയ്തിട്ട് വേറെ ഏതെങ്കിലും വണ്ടി വന്നു കഴിഞ്ഞാൽ അതെടുക്കണമെന്നുള്ളതാണ്. ഈ വർഷം തന്നെ ചിലപ്പോൾ ഒരുപാട് വേറെ ഇലക്ട്രിക് വണ്ടികളൊക്കെ വരുമായിരിക്കും. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ വിയറ്റ്നാമിൻ്റെ വിൻഫാസ്റ്റൊക്കെ വന്നിട്ടുണ്ട്. അത് ഒരെണ്ണം ഞാൻ റോട്ടിൽ കണ്ടു, ഒരെണ്ണം. പക്ഷേ വേറെ ആൾക്കാരൊക്കെ എടുത്ത് കഴിയുമ്പോഴാണ് അറിയാൻ പറ്റുള്ളൂ കൊള്ളാമോ ഇല്ലയോ എന്നുള്ള കാര്യമൊക്കെ. ഒരു 15 ലക്ഷത്തിൻ്റെ ഉള്ളിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വണ്ടി കിട്ടുമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇവനെ വിൽക്കാമെന്നുള്ള പ്ലാനിലാണ്. എത്തിയോസിന് മൈലേജ് ഉണ്ട്, അതുപോലെ തന്നെ കുഴപ്പമൊന്നുമില്ല ബാക്കി കാര്യങ്ങളിലേക്ക് വന്നത്. പക്ഷേ ഈ ഒരു തുടക്കത്തിൽ കിട്ടിയ ഒരു പണിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് മടുപ്പിച്ചത്. ആ വിറ്റ തെണ്ടിക്ക് എൻ്റെ നമോവാകം. അപ്പോൾ ഗായ്സ്, വണ്ടി സെക്കൻഡ് ഹാൻഡൊക്കെ എടുക്കുമ്പോൾ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. കാരണം ഹിസ്റ്ററിയൊക്കെ നോക്കിക്കഴിയുമ്പോൾ ഒന്നും ഉണ്ടാവില്ല. പക്ഷേ ആക്ച്വലി വണ്ടിക്ക് ചിലപ്പോൾ പല പണികളും ഉണ്ടായേക്കാം. അപ്പോൾ ഗായ്സ്, നിങ്ങളുടെ ഒരു സജഷൻ എന്താണെന്നുള്ള കാര്യം തീർച്ചയായും പറയുക. കാരണം ഞാൻ വണ്ടിയുടെ കാര്യത്തിലേക്ക് വന്നു കഴിയുമ്പോൾ എനിക്ക് പ്രത്യേകിച്ച് വലിയ അറിവും കാര്യങ്ങളൊന്നുമില്ല. അറിവുള്ളവർ തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് ഇടുക. അത് വളരെ വലിയൊരു ഉപകാരമായിരിക്കും. ആൻഡ് ഐ വിൽ സീ യു ഓൺ ദ നെക്സ്റ്റ് വൺ. ബൈ ബൈ, ടേക്ക് കെയർ.